രാജ്യത്തെ പുതുക്കിയ റെയിൽവേ ടിക്കറ്റ് നിരക്ക് പ്രാബല്യത്തിലായിട്ടുണ്ട്. AC കോച്ചുകളിൽ കിലോമീറ്ററിന് 2 പൈസയും എക്സ്പ്രസ് ട്രെയിനുകളിൽ കിലോമീറ്ററിന് 1 പൈസയുമാണ് വർദ്ധിച്ചത്. പാസഞ്ചർ ട്രെയിനുകളിൽ 500 കിലോമീറ്ററിന് മുകളിൽ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കിൽ മാത്രമല്ല, യാത്രക്കാർക്ക് ആശ്വാസമായി റിസർവേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലുമുണ്ട് മാറ്റം. ഇന്നു മുതൽ റിസർവേഷൻ ചാർട്ടുകൾ 8 മണിക്കൂറിന് മുൻപ് പ്രസിദ്ധീകരിക്കും. നമുക്കത് വിശദമായി പരിശോധിക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. ഒന്ന് നിരക്കിലാണ്. നിരക്കിൽ വർധന വന്നിരിക്കുന്നത് സ്ലീപ്പറിനാണ്. ആ സ്ലീപ്പറിൽ വന്നിരിക്കുന്ന വർധന, അതായത് നിലവിൽ 145 രൂപ ഉള്ള ടിക്കറ്റിന് 150 രൂപയാവും. അതായത് 5 രൂപ വ്യത്യാസത്തിലായിരിക്കും ഉണ്ടാവുക. തേർഡ് AC ടിക്കറ്റിനാണ് മറ്റൊന്ന് ചാർജ് കൂടിയിട്ടുള്ളത്. 505 രൂപയായിരുന്നതിന് ഇപ്പോൾ 510 രൂപയായി മാറിയിട്ടുണ്ട്. സെക്കൻഡ് ACക്ക് 710 രൂപയിൽ നിന്ന് 715 രൂപയായി മാറിയിരിക്കുന്നു. ഒപ്പം 150 കിലോമീറ്റർ AC ചെയർകാർ നിരക്ക് 5 രൂപ കൂട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള എക്സ്പ്രസ് സ്ലീപ്പറിന് 295 രൂപയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിരക്ക്. ചെന്നൈ എക്സ്പ്രസിന് സ്ലീപ്പറിന് 470 നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഒപ്പം തിരുവനന്തപുരം ബാംഗ്ലൂരു എക്സ്പ്രസിന് 440 രൂപയായിരിക്കുന്നു. ഇനി റിസർവേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. നേരത്തെ നമുക്കറിയാം, ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ IRCTCയിലാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നത്. മറ്റ് ആപ്പുകളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ സംവിധാനങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും ഇതിനെയാണ് ആശ്രയിക്കുന്നത്. ആ ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒന്നാമത് നമുക്ക് ട്രെയിനുകൾ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് കേരളം വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ ടിക്കറ്റ് നിരക്ക് കൂടി വന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഈ റിസർവേഷനിലെ മാറ്റങ്ങൾ പരിശോധിക്കുകയാണ്. റിസർവേഷനിൽ പ്രധാനമായി വന്നിരിക്കുന്നത് തൽക്കാൽ ടിക്കറ്റ് ആധാർ ലിങ്ക് ചെയ്ത നമ്പറിൽ നിന്ന് മാത്രമേ നമുക്കിനി എടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്ത് അതിലേക്ക് OTP വന്ന് അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതിന് പകരം നമ്മൾ ആരാണോ ടിക്കറ്റ് എടുക്കുന്നത് അവരുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രമേ നമുക്ക് ആ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, പ്രധാനമായി ജൂലൈ 15 മുതലാണ് ഈ ആധാർ OTP നിർബന്ധമാക്കിയിരിക്കുന്നത്. 15-ന് ശേഷം നമ്മൾ ബുക്ക് ചെയ്യുന്ന എല്ലാ ടിക്കറ്റുകൾക്കും ആ ആധാർ ലിങ്ക് വേണം. മൊബൈൽ നമ്പർ നമ്മൾ ഏതാണോ ആധാറിൽ കൊടുത്തിരിക്കുന്നത് അത് മാത്രമേ IRCTC ആപ്പുകളിലും റെയിൽവേ വെബ്സൈറ്റിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ജൂലൈ 15 മുതലാണ് ഈ ആധാർ അടിസ്ഥാനമാക്കിയുള്ള OTP നിർബന്ധമാക്കുന്നത്. ഇനി ഏജന്റുമാർ വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളിലും OTP നമ്പർ ബാധകമാണ്. ഏജന്റുമാർക്ക് തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ AC കോച്ചുകൾ രാവിലെ 10 മുതൽ 10:30 വരെ എന്നുള്ള സമയക്രമീകരണം കൂടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നോൺ AC കോച്ചുകളിൽ 11 മുതൽ 11:30 വരെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇപ്പൊ നമുക്കറിയാം, ടിക്കറ്റ് എടുക്കാനുള്ള ഒരു പ്രയാസം നമുക്കറിയാം. ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ ആ സമയത്ത് 10 മണിക്കാണെങ്കിലും 11 മണിക്കാണെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ വെബ്സൈറ്റ് തകരാറിലാകാറുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റാതെ പോകാറുണ്ട്. ഇനി എടുത്തു വരുമ്പോൾ ആ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴേക്ക് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോകാറുണ്ട്. അപ്പം ഈ ഏജന്റുമാർ വലിയ രീതിയിൽ ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ ചാർജ് ഇട്ട് മറ്റാളുകൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഏജന്റുമാർ ഇതിൽ ഇടപെടുന്നത് കൊണ്ടുകൂടി ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിലാണ് ഇപ്പോൾ ഒരു ക്രമീകരണം സമയത്തിൽ വരുത്തിയിരിക്കുന്നത്. കാരണം ആദ്യത്തെ അരമണിക്കൂർ മാത്രമാണ് ഏജന്റുമാർക്ക് എടുക്കാൻ സാധിക്കുക. അതിനുശേഷമുള്ള ടിക്കറ്റുകൾ സാധാരണ ഇപ്പം നമുക്ക് നമ്മുടെ ID വെച്ചാണ് നമ്മൾ IRCTCയിൽ എടുക്കുന്നതെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഏജന്റുമാർ വഴിയല്ലാതെ നേരിട്ട് ടിക്കറ്റ് എടുക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് യാത്രക്കാർക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജൂലൈ 15 മുതൽ ഈ ആധാർ OTP നിർബന്ധമാക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സബർബൻ ട്രെയിനുകളിലും സീസൺ ടിക്കറ്റുകളിലും വർധനയില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എന്ത് നിരക്കിലാണോ അത് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ടിക്കറ്റുകൾ, ആ നിരക്ക് തന്നെ തുടരും. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല നിലവിൽ. അത് എത്ര കിലോമീറ്റർ ആണെങ്കിലും അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, റിസർവേഷൻ ചാർട്ടുകൾ 8 മണിക്കൂർ മുൻപ് പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, ഇപ്പം നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ നമ്മൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യമാവുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ, അതായത് പ്ലാൻ B എന്നൊന്ന് നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റേറ്റസ് അറിഞ്ഞാൽ മാത്രമേ അത് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 8 hours മുന്നേ നമുക്കിത് അറിയാൻ സാധിക്കുകയാണെങ്കിൽ, ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. മറ്റേതെങ്കിലും ടിക്കറ്റോ മറ്റോ ഓപ്ഷനോ നമുക്ക് അവിടെ എടുക്കാനുള്ളൊരു ടൈം ഗ്യാപ്പ് കിട്ടും എന്നുള്ളത് യാത്രക്കാരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ ട്രെയിനിൽ കയറാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള നിയമം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തരം തീരുമാനങ്ങൾ
യാത്രക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എങ്കിൽ പോലും ഈ നിരക്ക് വർധന സ്വാഭാവികമായിട്ടും ആളുകളെ ബാധിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. നേരത്തെ നമുക്ക് 4 മണിക്കൂറായിരുന്നു ഈ ചാർട്ട് പ്രിപ്പയർ ആവുന്നതിനുള്ള സമയം. അതിനുശേഷം മറ്റൊരു ഓപ്ഷനും ഉണ്ടായിരിക്കില്ല, മറ്റൊരു ട്രെയിനിനെ ആയിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത്. പക്ഷേ അതാണെങ്കിൽ പോലും വെയിറ്റിംഗ് ലിസ്റ്റ് എന്നുള്ളതിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അത് പരിഹരിക്കാം എന്നുള്ള രീതിയിലാണ് ഈ 8 hours എന്നുള്ളതിൽ യാത്രക്കാർ ആശ്വാസം കണ്ടെത്തുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് നേരത്തെ ഇത് ചാർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ കുറച്ചുകൂടി യാത്ര സുഗമമാക്കാൻ സഹായിക്കും എന്നാണ്. 4 മണിക്കൂർ മുമ്പായിരുന്നു നേരത്തെ അത് പ്രസിദ്ധീകരിച്ചത്. അതായത് ഉച്ചയ്ക്ക് ഇപ്പോൾ 2 മണിക്ക് പുറപ്പെടേണ്ട ഒരു ട്രെയിൻ ആണെങ്കിൽ ആ ട്രെയിനുകളിൽ തലേന്ന് 9 മണിക്ക് മുൻപ് തന്നെ ചാർട്ട് തയ്യാറാക്കും എന്നുള്ള വിവരമാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിരക്ക് വർധന അത് സാധാരണക്കാരെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം വലിയ തുക അല്ല എന്ന് പൊതുവേ നമുക്ക് തോന്നുമെങ്കിലും അത് കിലോമീറ്റർ അനുസരിച്ച് നമ്മൾ എത്ര ദൂരമാണോ സഞ്ചരിക്കുന്നത് ആ കിലോമീറ്ററിനനുസരിച്ച് ആ തുകയിൽ വലിയ വ്യത്യാസം തന്നെ ഉണ്ടാകും. എന്തായാലും നിരക്ക് വർധന വന്നിരിക്കുന്നത് 5 വർഷത്തിന് ശേഷമാണ് റെയിൽവേ ഇത്തരത്തിൽ നിരക്ക് വർധന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ചില ആശ്വാസകരമായ കാര്യങ്ങൾ ഇപ്പോഴത്തെ റെയിൽവേയുടെ തീരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ നിരക്ക് വർധന യാത്രക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ആവുകയാണ്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം കണക്കാക്കുമ്പോൾ എന്തായാലും മറ്റുള്ള കാര്യങ്ങൾ ഈ റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ യാത്രക്കാർക്ക് വലിയ സഹായകമാകും എന്നും കരുതാം.